ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് യൂസിങ് എ തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം വെർട്ടിക്കൽ ആംഗിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് 3 തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് ഹൊറിസോണ്ടൽ ആംഗിൾ. ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി മെത്തേഡ്, സെക്കൻഡ് ഈസ് റിപ്പീറ്റേഷൻ മെത്തേഡ്, തേർഡ് വൺ ഈസ് റീട്രേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓർഡിനറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ നമ്മളിപ്പോൾ ഒ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിൽക്കുന്നുണ്ട്. ആ ഒയിൽ നിന്ന് നമ്മൾ 2 അതർ പോയിൻറ്റ്സ് എ ആൻഡ് ബി അതിലേക്ക് സൈറ്റ് ചെയ്തിട്ട് ആ എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ എ ഒ ബി. ഓക്കെ, ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് നമ്മുടെ തിയോഡലൈറ്റ് ഇരിക്കുന്നത് ഒ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും നമ്മൾ സൈറ്റ് ചെയ്തിട്ട് അവിടേക്കുള്ള ആംഗിൾസ് നോക്കാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇൻസ്ട്രുമെൻറ്റിലുള്ള കുറച്ച് പാർട്സ് പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ആ പാർട്സിൽ നമ്മൾ വരുന്ന മാറ്റം വെച്ചിട്ടാണ് ഇൻസ്ട്രുമെൻറ്റിലെ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്സ് ഇതാണ്. ഇൻസ്ട്രുമെൻറ്റിൽ നമുക്കറിയാം അതിൽ ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും ഉണ്ട്. ലോവർ പ്ലേറ്റിലാണ് നമ്മുടെ ഗ്രാജുവേഷൻസ് ഉള്ളത്. ആംഗിളിൻ്റെ ഗ്രാജുവേഷൻസ് ഇരിക്കുന്നത് ലോവർ പ്ലേറ്റിലാണ്. അതുപോലെ അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ അതിൽ ഐസ്ലിറ്റ് ഉണ്ടാവും. ആ ഐസ്ലിറ്റിൽ കൂടിയാണ് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലേ? നമുക്ക് ആവശ്യമുള്ള ആംഗിൾ കിട്ടുന്നത് ആ ഐസ്ലിറ്റിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ഇതാണ്, നമുക്ക് ഐസ്ലിറ്റ് കാണുന്നുണ്ട്, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ക്രൂ കാണും. അതിനെ പറയുന്ന പേരാണ് അപ്പർ ക്ലാമ്പ് സ്ക്രൂ. അപ്പർ ക്ലാമ്പ് സ്ക്രൂ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ അപ്പർ പ്ലേറ്റ് ആൻഡ് ലോവർ പ്ലേറ്റ്. ഈ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതാ, നമ്മൾ അപ്പർ പ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ലോവർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഈ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്താൽ വി ക്യാൻ റൊട്ടേറ്റ് ദ അപ്പർ പ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ലോവർ പ്ലേറ്റ്. ലോവർ പ്ലേറ്റ് അതുപോലെ തന്നെ നിൽക്കും, പക്ഷേ അപ്പർ പ്ലേറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്പർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് അടക്കം റൊട്ടേറ്റ് ആവും, അല്ലേ? അപ്പർ പ്ലേറ്റിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മുടെ ടെലിസ്കോപ്പും ബാക്കി സംഭവങ്ങളിലിരിക്കുന്നത്, അല്ലേ? ആ ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ അപ്പർ പ്ലേറ്റ് റൊട്ടേറ്റ് ആകുമ്പോൾ നമ്മുടെ ടെലിസ്കോപ്പും മൊത്തം ഈ മോള് ഭാഗത്തിൽ മൊത്തം റൊട്ടേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് അപ്പർ ക്ലാമ്പ് സ്ക്രൂവിൻ്റെ ഇമ്പോർട്ടൻസ്. എന്നിട്ടിപ്പോൾ നമുക്കൊരു ഈ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെൻ്റ് ആംഗിൾ ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കി വെക്കണം, അല്ലേ? എന്നിട്ട് വേണം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ആ 0 നമ്മുടെ ഇൻഡെക്സിൽ 0 വരുന്ന രീതിയിൽ വെക്കും. അതിനുശേഷം അപ്പർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആംഗിളിൽ മാറ്റമൊന്നും വരില്ല, അത് 0യിൽ സെറ്റായി നിൽക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേറൊരു ഭാഗമുണ്ട്, ലോവർ ക്ലാമ്പ് സ്ക്രൂ. ഇതിൽ ഇതാണ് ലോവർ ക്ലാമ്പ് സ്ക്രൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലോവർ ക്ലാമ്പ് സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗങ്ങൾ, അതായത് ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്, പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള മൊത്തം ഭാഗങ്ങളും അത് നമുക്ക് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്താൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് മൊത്തത്തിൽ ഈ ലോവർ ക്ലാമ്പ് സ്ക്രൂവിൻ്റെ മുകളിലുള്ള മൊത്തം ഭാഗവും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആംഗിളിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? നമുക്കിപ്പോൾ ആംഗിൾ ഇപ്പോൾ 0 നമ്മൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. 0 സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഇപ്പോൾ ആദ്യം ഏതോ ഒരു ഭാഗത്താണ് നമ്മുടെ ടെലിസ്കോപ്പ് തിരിഞ്ഞിരിക്കുന്നത്. നമുക്കത് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്ത് വെക്കണം. 0 റീഡിങ് എയിൽ നോക്കുമ്പോൾ നമ്മുടെ ആംഗിൾ 0 ആയിരിക്കണം, അല്ലേ? ആ 0 എന്ന് വെച്ചിട്ടാണ് നമ്മൾ എയിൽ നോക്കുമ്പോൾ 0 ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ബിയിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളാണോ വരുന്നത് 30 ഡിഗ്രി, അത് എത്ര ആംഗിളാണെന്ന് വെച്ചാൽ അത്. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിൾ 0 ആയിരിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എയിലേക്ക് സൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുന്നത്. ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മാറാതെ തന്നെ ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്ത്
such that the telescope is facing the point A. ഓക്കെ, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും, ഒരു ചിലപ്പോൾ റേഞ്ചിങ് റോഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സൈറ്റ് ചെയ്തതിനു ശേഷം ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ പിന്നെ ഇൻസ്ട്രുമെൻറ്റിൽ അനക്കമൊന്നും ഉണ്ടാവില്ല, അത് ടൈറ്റ് ആയി നിന്നു. ഓക്കെ, ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇനി ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, എയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ വിഷൻ കറക്റ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണ് നോക്കേണ്ടത് അല്ലേ. ഒരു ബിൽഡിംഗ് ആയാൽ തന്നെ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ പോയിൻ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ റേഞ്ചിങ് റോഡ് ആണെങ്കിൽ റേഞ്ചിങ് റോഡിൻ്റെ ടോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ബോട്ടം ആയിരിക്കും. ടോപ്പാണ് സാധാരണ നോക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തിട്ട് വിഷൻ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ട് ഒരു ടാൻജൻറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ടാൻജൻറ്റ് സ്ക്രൂ ഇരിക്കുന്നത് നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ അടുത്തായിട്ട് വരും. ഇതിൽ കാണുന്നില്ല, ഇതിൽ ഇതാ ഉണ്ടല്ലോ, ഇതാണ് ടാൻജൻറ്റ് സ്ക്രൂ, ടെലിസ്കോപ്പിൻ്റെ സൈഡിലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാൻജൻറ്റ് സ്ക്രൂ നമ്മൾ തിരിച്ചു കൊടുത്താൽ നമ്മളെ വിഷൻ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ് ഓർഡറി മെത്തേഡിൽ വരുന്നത്. എന്താണ്, സെറ്റ് അപ്പ് ദ തിയോഡലൈറ്റ് അറ്റ് സ്റ്റേഷൻ പോയിന്റ് O ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടത്, സെറ്റ് ദ വെർണിയർ A to 0 or 360 ഡിഗ്രി ഓഫ് ദ ഹൊറിസോണ്ടൽ സർക്കിൾ. ഹൊറിസോണ്ടൽ സർക്കിളിൽ ഉണ്ടാകുന്ന വെർണിയറിലെ ഐസ്ലിറ്റിൽ കൂടെ കാണുന്ന അതിനെയാണ് നമ്മൾ അതിലൂടെയാണ് നമ്മൾ ആംഗിൾ കാണുന്നത്. അതിൽ കാണുന്ന ആംഗിൾ 0 or 360 ഡിഗ്രി ആക്കി വെക്കാം. ഓക്കെ, 0 ഡിഗ്രി എന്നുണ്ടാവും. അപ്പോൾ മൊത്തം സർക്കിളിൻ്റെ റൊട്ടേഷൻ ഫുള്ള് ആംഗിൾ വെച്ച് അവസാനത് 359 ഡിഗ്രി വരെ അതിൻ്റെ ലാസ്റ്റ് ആംഗിൾ കാണും. അവസാനത്തെ 360 ഡിഗ്രിയും 0 ഡിഗ്രിയും സെയിം ആയിരിക്കും. ഓക്കെ, ഒരു ഫുൾ സർക്കിളിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ നമ്മൾ ഐസൊലേറ്റിൽ നമ്മൾ നോക്കുന്നതിന് വെർണിയർ എ എന്ന് പറയും. ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഒരു 180 ഡിഗ്രി വരുന്ന സ്ഥലത്ത് മറ്റൊരു വെർണിയർ കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റും കൂടി ഉണ്ടാവും നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനും പറയും വെർണിയർ ബി. നമ്മൾ നോക്കി കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡാണ് കാണുന്നത് വെർണിയർ എയും, അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ 180 ഡിഗ്രി എവിടെയാണ് വരുന്നത് ആ സൈഡിൽ എന്തുണ്ടാവും, വെർണിയർ ബി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വെർണിയർ എയിൽ കാണുന്ന റീഡിങ്ങും വെർണിയർ ബിയിൽ കാണുന്ന റീഡിങ്ങും തമ്മിലൊരു 180 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്യും, സെറ്റ് വെർണിയർ A to 0 or 360 ഡിഗ്രി ആൻഡ് ദെൻ ടൈറ്റൻ ദ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ 0യിൽ സെറ്റായി. അതിനുശേഷം ലൂസൻ ദ ലോവർ ക്ലാമ്പ് ആൻഡ് ടേൺ ദ ടെലിസ്കോപ്പ് ആൻഡ് ഡയറക്റ്റ് ദ ടെലിസ്കോപ്പ് ടുവേർഡ്സ് A. നമ്മൾ 0 ആക്കിയതിന് ശേഷം എയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ടു ബൈസെക്ട് ഇറ്റ് അക്യുറേറ്റ്ലി വിത്ത് ദ യൂസ് ഓഫ് എ ടാൻജൻറ്റ് സ്ക്രൂ. കറക്റ്റ് ആ പോയിന്റ് ബൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് എ ടാൻജൻറ്റ് സ്ക്രൂ. After bisecting accurately, check the reading which must still read 0. വെർണിയർ എയിൽ അങ്ങനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും 0 തന്നെ ആയിരിക്കണം. ഓക്കെ, റീഡ് ദ വെർണിയർ ബി ആൻഡ് റെക്കോർഡ് ബോത്ത് ദ റീഡിങ്സ്. വെർണിയർ ബിയും റീഡ് ചെയ്യുക, അതിൽ എത്ര റീഡിങ് വന്നതെന്ന് അതും റെക്കോർഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഈസ് ലൂസൻ ദ അപ്പർ ക്ലാമ്പ് ആൻഡ് ടേൺ ദ ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ് അൺടിൽ ലൈൻ ഓഫ് സൈറ്റ് ബൈസെക്ട്സ് ദ പോയിന്റ് ബി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. എന്താ പറയുന്നത്, നമ്മളിപ്പോൾ എയിൽ സൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യും. അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ അപ്പർ പ്ലേറ്റിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പർ പ്ലേറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും, സച്ച് ദാറ്റ് വി സൈറ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് സൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ബിയിലേക്ക് ഫോക്കസ് ചെയ്യും. ബി നമ്മൾ കറക്റ്റ് ബൈസെക്ട് ചെയ്യും യൂസിങ് ടാൻജൻറ്റ് സ്ക്രൂ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബി എന്ന് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ബൈസെക്ട് ചെയ്യും ടെലിസ്കോപ്പിലേക്ക് കൂടെ. എന്നിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വെർണിയറിൽ നോക്കിക്കഴിഞ്ഞാൽ വെർണിയർ എ ഐസൊലേറ്റിൽ കൂടെ വെർണിയർ എ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ആംഗിൾ കാണും, ഹൊറിസോണ്ടൽ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ അത് കാണും. ഓക്കെ,
നോക്കാം. ലൈൻ ഓഫ് സൈറ്റ് ബൈസെക്ട്സ് ദ പോയിന്റ് ബി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. പിന്നെ എന്താണ്, ദെൻ ടൈറ്റൻ ദ അപ്പർ ക്ലാമ്പ് ആൻഡ് ബൈസെക്ട് ഇറ്റ് അക്യുറേറ്റ്ലി ബൈ ടേണിങ് ഇറ്റ്സ് ടാൻജൻറ്റ് സ്ക്രൂ. നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നൗ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, റീഡ് ബോത്ത് ദ വെർണിയേഴ്സ്. രണ്ട് വെർണിയേഴ്സും റീഡ് ചെയ്യാം. ദ റീഡിങ് ഓഫ് ദ വെർണിയർ എ, എ ക്യാപിറ്റലാണ്, വെർണിയർ എ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. വിച്ച് വാസ് ഇനീഷ്യലി സെറ്റ് അറ്റ് 0 ഗിവ്സ് ദ വാല്യൂ ഓഫ് എ ഒ ബി. ആദ്യം 0 ആയിരുന്ന ആംഗിൾ ഇപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടിയിട്ടുണ്ടാവും, ഹൊറിസോണ്ടൽ ആംഗിൾ, ആംഗിൾ എ ഒ ബി ഡയറക്ട്ലി. ആൻഡ് ദാറ്റ് ഓഫ് ദ അതർ വെർണിയർ ബി, വെർണിയർ ബി ആംഗിൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, റെഡ്യൂസ് ആൻ ആംഗിൾ ഓഫ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആംഗിൾ വാല്യൂവിനെ -180 ഡിഗ്രി ചെയ്താൽ നമുക്ക് കിട്ടും, സെയിം വാല്യൂ കിട്ടും അല്ലേ. നമുക്കറിയാം വെർണിയർ എ എന്നൊരു 180 ഡിഗ്രി ഡിഫറൻസ് ആണ് വെർണിയർ ബിയിലുള്ളത്. അപ്പോൾ നമുക്ക് ബിയിലിപ്പോൾ ഒരു ഇപ്പം ഫസ്റ്റത്തെ 30 ഡിഗ്രി കിട്ടിയെങ്കിൽ വെർണിയർ എയിൽ 30 ഡിഗ്രി ആണെങ്കിൽ വെർണിയർ ബിയിൽ അത് 210 ആയിരിക്കും. അപ്പോൾ 210 - 180 ചെയ്താൽ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും വെർണിയർ ബിയിൽ. അപ്പോൾ അങ്ങനെ രണ്ട് റീഡിങ്സും കിട്ടി. The mean of the two vernier gives the value of required angle A O B. അത് രണ്ടിനും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുക്കാം, അതായിരിക്കും നമ്മുടെ ആംഗിൾ A O B. Now change the phase of the instrument and repeat the whole process. അതായത് നമ്മളിപ്പം ഇനീഷ്യലി ചെയ്യുന്ന സമയത്ത് ചേഞ്ചിങ് ദ ഫേസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇനീഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിലാണ് ഉണ്ടാകുക. ഫേസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ടെലിസ്കോപ്പിന് ലെഫ്റ്റ് സൈഡിലായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാകുന്നത് അല്ലേ. നമുക്ക് വെർട്ടിക്കൽ സർക്കിളിൽ ഇപ്പോൾ യൂസ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ആ കണ്ടീഷനെ ഫേസ് ലെഫ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ഈ ഫേസ് ലെഫ്റ്റിനെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെ ഫേസ് റൈറ്റ് കണ്ടീഷനിലും റീഡിങ്സ് എടുക്കണം. ഫേസ് റൈറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്, നമുക്ക് ടെലിസ്കോപ്പിനെ സ്വിങ് ചെയ്യാൻ പറ്റും. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തിൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് നമ്മുടെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിങ്ങിങ് ഓഫ് ദ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫേസ് റൈറ്റിലേക്ക് നമുക്ക് കിട്ടും. ഫേസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ആ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊസിഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഏതാ, നമ്മൾ ആംഗിൾ എടുക്കുന്നത് ആദ്യം തൊട്ട് 0 സെറ്റ് ചെയ്ത് ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കാം. ഇതിലും നമ്മൾ വെർണിയർ എയിലും ബിയിലും റീഡിങ്സ് എടുക്കുക, അതിൻ്റെ മീൻ എടുക്കുക. അപ്പോൾ ആ രണ്ട് റീഡിങ്സും ഇപ്പോൾ രണ്ട് ഫേസ് ലെഫ്റ്റിലൊരു ആവറേജ് വാല്യൂ കിട്ടി, ഫേസ് റൈറ്റിലും ഒരു ആവറേജ് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ദ മീൻ ഓഫ് ദ ചേഞ്ച് ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് റിപ്പീറ്റ് ദ ഹോൾ പ്രോസസ്. ദ മീൻ ഓഫ് ദ ടു വെർണിയർ റീഡിങ്സ് ഗിവ്സ് ദ സെക്കൻഡ് വാല്യൂ ഓഫ് എ ഒ ബി. എ ഒ ബിയുടെ സെക്കൻഡ് വാല്യൂ കിട്ടി, വിച്ച് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഓർ എക്സാക്ട്ലി ഈക്വൽ ടു ദ പ്രീവിയസ് വാല്യൂ. മുമ്പ് കിട്ടിയ ഫേസ് ലെഫ്റ്റിൽ കിട്ടിയ സെയിം വാല്യൂൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് വാല്യൂസിൻ്റെയും മീൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ വീണ്ടും മീൻ എടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത്. The mean of the two values which was obtained from the face left condition and face right condition of the angle AOB gives the required angle free from all the instrumental errors. നമ്മളിങ്ങനെ മീൻ എടുത്തുകൊണ്ടിരിക്കുമ്പം ഇതിലെ ഇൻസ്ട്രുമെൻ്റൽ ഇറേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ റിസൾട്ട് വിൽ ബി ഫ്രീ ഫ്രം ഓൾ ദ ഇൻസ്ട്രുമെൻ്റൽ ഇറേഴ്സ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഓർഡിനറി മെത്തേഡ്. അടുത്തത് റെപ്പിറ്റേഷൻ മെത്തേഡ്. റെപ്പിറ്റേഷൻ മെത്തേഡ് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഇതും സെയിമാണ്, നമ്മൾ ഓർഡിനറി മെത്തേഡിൽ കണ്ട സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ വാട്ട് വി വിൽ ഡു ഈസ്, നമ്മൾ ആംഗിൾ എ ഒ ബി കണ്ടുപിടിച്ചു. ഓക്കെ, ആ ആംഗിൾ എ ഒ ബി തന്നെ നമ്മൾ 3 പ്രാവശ്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ പ്രൊസീജിയർ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ആ ഗ്രീനിൽ കാണുന്നത് റീഡ് ചെയ്യുന്നത്, the number of repetitions made usually in this method is 6 or 3 with the face left 6, അതിൽ 3 with the face left and 3 with the face right. 3 റീഡിങ്സ് ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിലും 3 റീഡിങ്സ് ഫേസ് റൈറ്റ് കണ്ടീഷനിലും നമ്മൾ എടുക്കും. അങ്ങനെ മൊത്തം 6 പ്രാവശ്യം നമ്മൾ റീഡിങ്സ് എടുക്കും. ഓക്കെ, in this way the angles can be measured to a finer degree of accuracy than that obtainable with the least count of the vernier. ഓക്കെ, നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. then ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വായിക്കാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ വെരി അക്യുറേറ്റ് വർക്ക്
In this method, the same angle is added several times mechanically, and the correct value of the angle is obtained by dividing the accumulated readings by the number of repetitions. ഓക്കെ, അതായത് നമ്മൾ ആംഗിൾ എ ഒ ബി കണ്ടു, വീണ്ടും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് റൊട്ടേറ്റ്, അതേ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അക്യുമുലേറ്റഡ് വാല്യൂ, ഇപ്പോൾ ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിൽ നമ്മൾ 3 പ്രാവശ്യം ആംഗിൾ കണ്ടു. ആദ്യ പ്രാവശ്യം നമ്മൾ 30 കിട്ടി, വീണ്ടും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആംഗിൾ 0 ആക്കാതെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ആംഗിൾ സെയിം ആംഗിൾ മെഷർ ചെയ്തപ്പോൾ 60 കിട്ടി. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ആംഗിൾ മെഷർ ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആംഗിൾ കിട്ടും. ഇതാണ് ഇതിൻ്റെ റെപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മെഷർ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കറക്റ്റ് ആവണമെന്നില്ല. നമുക്ക് കറക്റ്റ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും, 30 ഡിഗ്രി ഒരു പെർട്ടിക്കുലർ മിനിറ്റ്സ് പെർട്ടിക്കുലർ സെക്കൻഡ്സ് കിട്ടും. അത് നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാവും, മാനുവലായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ 3 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം അത് ഏഡ് ചെയ്ത് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ കിട്ടും 3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് അല്ലേ, ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്കൊരു ആംഗിൾ വാല്യൂ കിട്ടും. ഓക്കെ, അതിനാണ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള അക്യുറസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ തന്നെ ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ലോവർ ക്ലാം സ്ക്രൂവും അപ്പർ ക്ലാം സ്ക്രൂവും റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ തിയോട്ടലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഇതിലെങ്ങനെയാണ് നോക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, ഹൊറിസോണ്ടൽ ആംഗിൾ എ ഒ ബി വരെ, സെക്കൻഡ് പോയിന്റ് മെഷർ ദ ഹൊറിസോണ്ടൽ ആംഗിൾ എ ഒ ബി വരെ നമുക്കറിയാം. ഓക്കെ, ആംഗിൾ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ക്ലാം സ്ക്രൂവും ടൈറ്റ് ചെയ്യും. സെറ്റായി, നമുക്ക് ആംഗിൾ കിട്ടി, ടൈറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 30 ഡിഗ്രിന്ന് ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ആ 30 ഡിഗ്രി വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിന്ന് വീണ്ടും എയിലേക്ക് സൈറ്റ് ചെയ്യണം. അപ്പം ആ സമയത്ത് നമ്മുടെ ആംഗിൾ മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ട് തന്നെ വെക്കാം, ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യാം. ഓക്കെ, ലൂസ് ഇൻ ദ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആംഗിൾ ചേഞ്ച് ആവില്ല, പക്ഷേ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ലോവർ ക്ലാമ്പിന് മുകളിലുള്ള മൊത്തം ഭാഗങ്ങളും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആംഗിൾ മാറില്ല. അതാണ് പറയുന്നത്. ലൂസൺ ദ ലോവർ ക്ലാമ്പ് ആൻഡ് ടേൺ ദ ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ് അൺടിൽ ദ ഓബ്ജക്റ്റ് എ ഈസ് സൈറ്റഡ് അഗെയിൻ. നമ്മൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് വീണ്ടും എയിലേക്ക് സൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എ നോക്കുന്ന, ഇപ്പം നമ്മുടെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യും, അതിനുശേഷം അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ബിയിലേക്ക് സൈറ്റ് ചെയ്യും. അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ബിയിലേക്ക് സൈറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മുടെ ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിൾ നമ്മൾ വെർനിയറിൽ വരും അല്ലേ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 ഉണ്ടായത്, അത് നമുക്ക് 60 കിട്ടും. 60 ഡിഗ്രിയും അതുപോലെ അതിന് മിനിറ്റും സെക്കൻഡും എത്രയാണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ബിയിലേക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ റീഡിങ് എഴുതിയെടുക്കും. വീണ്ടും നമ്മൾ ഇപ്പം ഈ കണ്ടീഷനിൽ നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇനി നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യും, വീണ്ടും എയിലേക്ക് സൈറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ആംഗിൾ, സ്റ്റാർട്ടിങ് ആംഗിൾ 60 ഡിഗ്രിയും മിനിറ്റും സെക്കൻഡിലും ഉണ്ടാവും അല്ലേ. ഇനി വീണ്ടും നമ്മൾ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യും, മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ആംഗിൾ എടുക്കും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രിയുടെ അടുത്ത് വരും. അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? അക്യുമുലേറ്റഡ് ആയിട്ട് 90 ഡിഗ്രീസ് കിട്ടി അല്ലേ. ഓരോ പ്രാവശ്യം മിററിലുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം, ഒരു അക്യുമുലേറ്റഡ് റിസൾട്ട് കിട്ടും. ഇതിന് നമ്മൾ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും. ഓക്കെ, അതാണ് റെപ്പിറ്റേഷൻ മെത്തേഡ്. അതൊന്ന് വായിച്ച് നോക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിലാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ വാല്യൂ, ഫസ്റ്റ് റീഡിങ് കിട്ടി, ഫസ്റ്റ് റിസൾട്ട് കിട്ടി. അതിനുശേഷം ഫേസ് റൈറ്റ് കണ്ടീഷനിലും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫേസ് റൈറ്റിലും നമുക്കൊരു ആംഗിൾ വാല്യൂ കിട്ടും. അത് രണ്ടിൻ്റെയും മീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതാണ് ഹൊറിസോണ്ടൽ ആംഗിൾ യൂസിങ് റെപ്പിറ്റേഷൻ മെത്തേഡ്.
ഇനി അടുത്തത് റീട്രേഷൻ മെത്തേഡ്. റീട്രേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ വി വാണ്ട് ടു ഫൈൻഡ് എ നമ്പർ ഓഫ് ആംഗിൾസ് ഫ്രം ദ സെയിം സ്റ്റേഷൻ പോയിന്റ്. ഒരു സ്റ്റേഷൻ പോയിന്റ് തന്നെ നമുക്ക് ഒരുപാട് പോയിന്റ്സിലേക്കുള്ള ആംഗിൾസ് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റീട്രേഷൻ മെത്തേഡ്. ഓക്കെ, it is generally preferred when several angles are to be measured at a particular station. പിന്നെന്താണ്, this method consists in measuring several angles successively and finally closing the horizon at the starting point. The final reading of the vernier A should be same as the initial reading. ഇതാണ് റീട്രേഷൻ മെത്തേഡ്. ഇതൊരു പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നതാണ്. ആൻഡ് കമ്പാരിറ്റീവ്ലി ലെസ് ടെഡിയസ് മെത്തേഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരുപാട് റീഡിങ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതിന് കണ്ടീഷൻ ഉണ്ട്, ഒരു പോയിന്റ് തന്നെ നമുക്ക് നമ്പർ ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻ്റ് O എന്ന് പറഞ്ഞ പോയിന്റിൽ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്പർ ഓഫ് പോയിന്റ്സ് ABCD ഇങ്ങനെ 4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ 4 പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിച്ച് പോയിട്ട് എന്ത് ചെയ്യണം, ഫൈനലി ഇപ്പോൾ ആ ഒരു ഡയറക്ഷൻ കാണുന്നുണ്ടല്ലോ, ആദ്യം A എന്ന് Bയിലേക്ക് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചു. പ്രൊസീജിയർ ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. A എന്ന് Bയിലേക്ക് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ Bന്ന് BOD അത്രയാണ് ആംഗിൾ വെച്ചാൽ അത് കണ്ടുപിടിക്കും. പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് DOC. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ പഴയ ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ എന്താണ് കിട്ടുന്ന റിസൾട്ട്, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 0 ഡിഗ്രിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ഈ കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ ആംഗിൾ ഷുഡ് ബി 0 ഡിഗ്രി അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത് ഫൈനൽ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് 0 ഡിഗ്രി അല്ല എങ്കിൽ 0 തന്നെ വരണമെന്നില്ല. നമ്മൾ ചെയ്ത് വരുമ്പം ആംഗിൾ മാറി വരും, അല്ലെങ്കിൽ ഇറേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ കിട്ടുന്നത് 0 എന്ന് ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും, ചെറിയൊരു ആംഗിൾ മിനിറ്റ്സോ സെക്കൻഡ്സിലോ എല്ലാം മാറ്റം വരുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ദാറ്റ് ഇറർ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ദ ആംഗിൾസ്. ഇപ്പോൾ കിട്ടിയ ഇറർ എത്രയാണോ, 0 എന്ന് എത്രയാണോ മാറിയിരിക്കുന്നത് അത്രയും ഇറേഴ്സ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ദ ആംഗിൾസ്. അപ്പോൾ ഇതാണ് റീട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊസീജിയറിലൊന്ന് വായിച്ച് നോക്കാം. ഇതിൽ സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റനായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് ആംഗിൾസ്, ഹൊറിസോണ്ടൽ ആംഗിൾ യൂസിങ് തിയോഡലൈറ്റ്. നെക്സ്റ്റ് അടുത്തത് വെർട്ടിക്കൽ ആംഗിൾ. വെർട്ടിക്കൽ ആംഗിൾ ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഒന്നുമില്ല. ഹൗ ടു ഫൈൻഡ് വെർട്ടിക്കൽ ആംഗിൾ യൂസിങ് തിയോഡലൈറ്റ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് നോക്കാം. എന്താണ് വെർട്ടിക്കൽ ആംഗിൾ? വെർട്ടിക്കൽ ആംഗിൾ ഈസ് എൻ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ഹൊറിസോണ്ടൽ. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒരു ഹൊറിസോണ്ടൽ ആക്സ് ഉണ്ട്. ആ ഹൊറിസോണ്ടലിൽ നിന്ന് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എത്ര ആംഗിളിലാണോ ഇരിക്കുന്നത് അതാണ്. നമ്മുടെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ, ടെലിസ്കോപ്പ് ഹൊറിസോണ്ടലായിരിക്കുന്ന ടെലിസ്കോപ്പിന് നമുക്ക് മാറ്റാൻ പറ്റും. ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് ഇൻക്ലൈൻ ചെയ്യിക്കാൻ പറ്റും. എവിടേക്കാണോ നോക്കേണ്ടത് അങ്ങനെ ചെയ്യിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെലിസ്കോപ്പ് ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻ ചെയ്തിരിക്കുമ്പം ആ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആക്സിസ് ഈസ് ഹൗ മച്ച് ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു ദ ഹൊറിസോണ്ടൽ. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾ അല്ലേ. അതായത് നമ്മൾ ടെലിസ്കോപ്പ് ഉണ്ട്, ടെലിസ്കോപ്പ് ഇൻസ്ട്രുമെൻ്റ് സെറ്റാണ്. അപ്പോൾ ഇതാണ് സാധാരണ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന ടെലിസ്കോപ്പ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്കിത് ഇങ്ങനെ നോക്കേണ്ടി വരും. ഈ സമയത്ത് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടലിൽ നിന്ന് ഉണ്ടാക്കിയ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ആംഗിൾ മെഷേർഡ് യൂസിങ് ദ ടെലിസ്കോപ്പ് യൂസിങ് ദ തിയോഡലൈറ്റ്. അപ്പോൾ ഇത് ലൈൻ ഓഫ് സൈറ്റ് ഈ ഹൊറിസോണ്ടലിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ ഇതിനെ എന്ത് പറയും, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. അതേസമയം ചില കേസിൽ എന്തായിരിക്കും, ടെലിസ്കോപ്പ് ഹൊറിസോണ്ടലിൽ നിന്ന് താഴേക്കായിരിക്കും നമുക്ക് നോക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് കുറച്ച് താഴെ ഭാഗത്തേക്കായിരിക്കും. ഒരു ഇറക്കത്തിലാണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്നത് ഒരു
ലൈൻ ഓഫ് സൈറ്റിന് താഴത്തേക്കായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ആംഗിൾസ്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതില്ല നമുക്ക് നോക്കാം. ഈ ഫിഗർ ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ഇതിൽ പഠിച്ചതിന് ശേഷം കാണേണ്ട ഒരു ഫിഗർ ആയത്. ഓക്കെ, അപ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്പർ ക്ലാമ്പ് സ്ക്രൂവും ലോവർ ക്ലാമ്പ് സ്ക്രൂ അതെല്ലാം ടൈറ്റ് ചെയ്ത് വെക്കുക. ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതൊന്നും ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല. ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കി വെക്കുക ആദ്യം. ഇനീഷ്യലി ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കി വെക്കാം. അതിനുശേഷം ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് വെർട്ടിക്കൽ സർക്കിളിലുള്ള വെർനിയറാണ്. വെർട്ടിക്കൽ സർക്കിളിലും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഐസ്ലിറ്റ്സ് ഉണ്ടാവും. വെർട്ടിക്കൽ സർക്കിളിലും ഈ ഫിഗറിൽ കാണുന്നില്ല, വേറൊരു ഫിഗർ ഉണ്ടാവട്ടെ. ഇതിൽ ഈ ഫിഗറിൽ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു വെർട്ടിക്കൽ സർക്കിളിൽ ഒരു ഐസ്ലിറ്റ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന വെർനിയർ ഉണ്ട് അല്ലേ. ഈ വെർട്ടിക്കൽ സർക്കിളിലുള്ള വെർനിയറിൽ നമ്മൾ പറയുന്ന പേരാണ് വെർനിയർ സി. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും ഒരു വെർനിയർ ഉണ്ടാവും, അത് നമ്മൾ വെർനിയർ ഡി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെർനിയർ ഈ വെർട്ടിക്കൽ സർക്കിളിൽ ഉണ്ടാകുന്ന വെർനിയറിന് 0 ആക്കി സെറ്റ് ചെയ്യണം. വെർട്ടിക്കൽ സർക്കിളിൻ്റെ ആംഗിളിനെ 0 ആക്കി സെറ്റ് ചെയ്താൽ അതിനർത്ഥം നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലാണ്. ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ. ആംഗിൾ 0 ഡിഗ്രിയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലാണ് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ടെലിസ്കോപ്പിനടുത്തൊരു ലെവൽ ട്യൂബ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ലെവൽ എന്ന് പറയും. ടെലിസ്കോപ്പിനടുത്തുള്ള ലെവൽ ട്യൂബിനെ നമ്മൾ എന്ത് പറയും, ആൾട്ടിറ്റ്യൂഡ് ലെവൽ ട്യൂബ്. ഈ ആൾട്ടിറ്റ്യൂഡ് ലെവലിലെ ബബിൾ നമ്മൾ സെൻറ്ററിലേക്ക് ആക്കണം. അങ്ങനെ ആക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അവർ ടെലിസ്കോപ്പ് ഈസ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ അല്ലേ. ലൈൻ ഓഫ് സൈറ്റ് ഗ്രൗണ്ടുമായിട്ട് ലെവലാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലാണ്. അപ്പോൾ അത് 0 ആക്കി. അപ്പോൾ അങ്ങനെ ആദ്യം ലെവലിലുണ്ടാകുന്ന ബബിൾ ട്യൂബ് സെൻറ്റർ ആക്കുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലാണെന്ന് കിട്ടി, ടെലിസ്കോപ്പ് ഹൊറിസോണ്ടലാണെന്ന് കിട്ടി. അങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മുടെ വെർനിയർ സിയിൽ ആംഗിൾ 0 ആവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, സെറ്റപ്പ് ദ തിയോഡലൈറ്റ് അറ്റ് സ്റ്റേഷൻ പോയിന്റ് O ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്തു. അതിനുശേഷം സെറ്റ് ദ 0 ഓഫ് ദി വെർട്ടിക്കൽ വെർനിയർ എക്സാക്ട്ലി ടു 0 ഓഫ് ദ വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ. ഓക്കെ, അതായത് നമ്മൾ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാകുന്ന വെർനിയറിൽ കറക്റ്റ് 0 ആക്കി വെക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മൾ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്. ആ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടെലിസ്കോപ്പ് മുകളിലേക്കും താഴേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്, ബൈ ലൂസനിങ് ദ വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ലൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 0 ഡിഗ്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ 0 ആണെന്ന് കിട്ടും. അതിനുശേഷം ബ്രിങ് ദ ബബിൾ ട്യൂബ് ഓഫ് ദ ആൾട്ടിറ്റ്യൂഡ് ലെവൽ ഇൻ ദ സെൻട്രൽ പൊസിഷൻ യൂസിങ് ക്ലിപ്പ് സ്ക്രൂ. ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ദസ് മെയ്ഡ് ഹൊറിസോണ്ടൽ. നമ്മൾ ബബിൾ ട്യൂബ് സെൻട്രലാക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആയി എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരിക്കലും നമ്മളെ വെർനിയർ സിയിലേക്ക് നോക്കും, വെർട്ടിക്കൽ വെർനിയറിലേക്ക് നോക്കും. അത് അപ്പോഴും 0 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 0 തന്നെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യും, നമുക്കിപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിലുണ്ടാകുന്ന തിയോഡലൈറ്റ് ഹൊറിസോണ്ടലാണെന്ന് കിട്ടി അല്ലേ. നൗ വി വിൽ സൈറ്റ് എ പോയിൻ്റ്. നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ ഈ ടോപ്പ് ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നൗ വി വിൽ സൈറ്റ് ദ പോയിൻ്റ് എ ബൈ ലൂസനിങ് ദ ടെലിസ്കോപ്പ്. ലൂസ് ചെയ്തതിനു ശേഷം നമുക്കൊരു
നമ്മൾ ആ വെർണിയറിൻ്റെ ഐസ്ലേറ്റിലെ കൂടെ വെർട്ടിക്കൽ വെർണിയറിൻ്റെ ഐസ്ലേറ്റിലെ കൂടെ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ആൻ ആംഗിൾ. ഓക്കെ, അതാണ് സംഭവം. Now loosen the vertical circle clamp screw and direct the telescope towards the point A and sight it exactly by using the vertical circle tangent screw. Tangent screw എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആ സൈറ്റ് പ്രോപ്പറായി ആ പോയിന്റ് എയിൽ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സൈറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? സൈറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ തന്നെ ടാൻജൻറ്റ് സ്ക്രൂ നമ്മുടെ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അല്ലേ, നമ്മൾ ടെലിസ്കോപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പർ സർക്കിൾ ടാൻജൻറ്റ് ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, അപ്പർ വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആംഗിൾ മാറിപ്പോവും. ഓക്കെ, നൗ റീഡ് ബോത്ത് ദ വെർണിയർ. ഇതിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡി എന്ന് പറഞ്ഞൊരു വെർണിയർ ഉണ്ടെന്ന് പറഞ്ഞു. വെർണിയർ സി ആൻഡ് ഡി ഉണ്ട്. ഇതിൽ രണ്ട് വാല്യൂം സെയിം ആയിരിക്കും. ആ 180 ഡിഗ്രി ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പുറം, അപ്പം ആംഗിൾ സെയിം ആയിരിക്കും. റീഡ് ബോത്ത് ദ വെർണിയേഴ്സ് ഓൺ ദ വെർട്ടിക്കൽ സർക്കിൾ. ദ മീൻ ഓഫ് ദ ടു വെർണിയർ റീഡിങ്സ് വിൽ ഗിവ് ദ വാല്യൂ ഓഫ് ദ റിക്വയർഡ് ആംഗിൾ. ഓക്കെ, അതിനുശേഷം ഫേസ് ചേഞ്ച് ചെയ്യുക. ടെലിസ്കോപ്പ് സ്വിങ് ചെയ്തിട്ട് ഫേസ് റൈറ്റിലേക്ക് വരുത്തിക്കുക നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ. എന്നിട്ട് വീണ്ടും റീഡിങ്സ് എടുക്കാം. Now change the phase of the instrument and repeat the process. The mean of the two vertical vernier readings will give the second value of the required angle. The average of the two values thus obtained is required value of the angle free from instrumental errors. നമ്മൾ ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആംഗിൾ ഫൈനൽ ആംഗിൾ വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾസ്. ഇനി ടു ഫൈൻഡ് വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് തമ്മിലുള്ള വെർട്ടിക്കൽ ആംഗിൾ, ഇതിനാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഫിഗർ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ 2 പോയിൻറ്റ്സ് നമ്മൾ നോക്കണമെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിൻറ്റും ബി എന്ന് പറഞ്ഞൊരു പോയിൻറ്റും നമുക്ക് സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫിഗർ വെച്ചിട്ടെന്ന് പറയാം. അപ്പം ചെയ്യേണ്ട പ്രൊസീജിയറിലും നമുക്കറിയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ആംഗിൾ 0 ആക്കി ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്യും. സോ ദാറ്റ് ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് ദ വെർട്ടിക്കൽ ആംഗിൾ വാല്യൂ ഇസ് 0. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇപ്പം ഇതിൽ 3 കേസ് വരാം. ഒന്നുകിൽ നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിൻറ്റും ബി എന്ന് പറഞ്ഞ പോയിൻറ്റും നമ്മുടെ ഈ 0 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിന് ഒന്ന് മുകളിലോ ഒന്ന് താഴെയായിട്ട് വരാം. അല്ലേ, അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷനും മറ്റേ ആംഗിൾ ഓഫ് ഡിപ്രഷനും കിട്ടും. അല്ലേ, ലൈൻ ഓഫ് സൈറ്റിന് മുകളിലുള്ളതിന് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും ലൈൻ ഓഫ് സൈറ്റിന് താഴെയുള്ളതിന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുക. മറ്റൊരു കേസിൽ രണ്ടും ആംഗിൾ ഓഫ് എലിവേഷൻ ആവും. 2 പോയിൻറ്റ്സും എബവ് ലൈൻ ഓഫ് സൈറ്റ് ആണ്. മൂന്നാമത്തത് രണ്ടും ആംഗിൾ ഓഫ് രണ്ട് വാല്യൂസും ഈസ് ബിലോ ലൈൻ ഓഫ് സൈറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേതിൽ നമ്മൾ ആദ്യം എയിലേക്ക് സൈറ്റ് ചെയ്യും. ആ എയിലേക്ക് സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫ വാല്യൂ ഡയറക്റ്റ് കിട്ടും. 0 എത്ര ആംഗിൾ വെച്ചാൽ അത്ര ആംഗിൾ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ വീണ്ടും 0ലേക്ക് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ആ 0ന് താഴേക്കായിരിക്കും റേഡിയസ് കിട്ടുന്നത്. അതായത് 359 350 360ക്ക് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുന്നത്. അതിനർത്ഥം അത് നമ്മുടെ 0 ഡിഗ്രിയിലും താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണോ വാല്യൂ എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടി ബീറ്റ. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഇപ്പം 350 കിട്ടുന്നെങ്കിൽ 360 മൈനസ് 350 ചെയ്താൽ 10 ഡിഗ്രീസ് കിട്ടും. ആ 10 ഡിഗ്രീസ് ആണ് ഇവിടെ ഇപ്പം ബീറ്റ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ ഡിഫറൻസ് ഇത് നോക്കാം. ഇത് വെർട്ടിക്കൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊരു ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കാം.
നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് എവിടെയാണ്, ബിൽഡിംഗ് ആണിത്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംഗിൾ ഡിഫറൻസ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ് ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് എബോവ് ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ പോയിന്റ് ബി ഈസ് ബിലോ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇതാണ്. ഇത് നമ്മൾ മുമ്പ് ഹൊറിസോണ്ടൽ പറഞ്ഞ പോലെയല്ല, ഇത് വെർട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ കിട്ടി, പോയിന്റ് എ കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ കിട്ടി, ആംഗിൾ ഓഫ് എലിവേഷൻ ബി കറസ്പോണ്ടിങ് ആയിട്ട് ബീറ്റ എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, അതുപോലെ രണ്ടും എലിവേഷൻ ആണെങ്കിൽ, രണ്ടും ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പോയിന്റ് എയിലേക്ക് സൈറ്റ് ചെയ്യും. നമുക്ക് വേറെ തന്നെ വരക്കാം. ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൽ ബിൽഡിംഗ് ഇതാണ്, രണ്ടും ആംഗിൾ ഓഫ് എലിവേഷനാണ്, രണ്ടും എബവ് ലൈൻ ഓഫ് സൈറ്റ് ആണ്. പോയിന്റ് എയും പോയിന്റ് ബിയും എബവ് ലൈൻ ഓഫ് സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എ എന്ന് പറഞ്ഞ പോയിന്റിലേക്കും രണ്ടാമത് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുമാണ് സൈറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എയിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിൾ എത്രയാണ്? മൊത്തം ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. ലൈൻ ഓഫ് സൈറ്റ് 0 സെറ്റ് ചെയ്തതിനു ശേഷം 0 എയിലേക്ക് എത്രയാണ്? ആൽഫ കിട്ടി. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ആംഗിൾ 0 ആക്കി മാറ്റും. വീണ്ടും കം ബാക്ക്, സീ ദ റീഡിംഗ് ഓഫ് വെർനിയർ ആസ് 0, സെറ്റ് ദ വെർനിയർ ആംഗിൾ ആസ് 0 ആൻഡ് നൗ ഫൈൻഡ് ദ ആംഗിൾ ബീറ്റ. 0 എന്ന് തന്നെ ബിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് എത്രയാണ് ബീറ്റ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടും തമ്മിലുള്ള ആംഗിൾ അല്ല, എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കണ്ടുപിടിച്ച ആൽഫ മൈനസ് ബീറ്റ ചെയ്താൽ, ഇഫ് വി ഫൈൻഡ് ആൽഫ മൈനസ് ബീറ്റ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. എയും ബിയും തമ്മിലുള്ള വെർട്ടിക്കൽ ആംഗിൾ ഡിഫറൻസ് പറഞ്ഞാൽ ആൽഫ മൈനസ് ബീറ്റ ആയിരിക്കും, അല്ലേ? ഇഫ് ബോത്ത് ദ പോയിന്റ്സ് ആർ എബവ് ലൈൻ ഓഫ് സൈറ്റ്, then the vertical angle difference between the 2 points is alpha minus beta എന്നായിരിക്കും. ഓക്കെ, നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആംഗിൾ 0 ആക്കി വെക്കണം, എന്നിട്ട് വേണം ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തത്, അത് ഈ ഫിഗറിൽ കൊടുത്തതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വേറൊരു ഫിഗർ ഞാൻ തരാം. മൂന്നാമത്തെ കേസിലും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആൽഫ കണ്ടുപിടിക്കും. ഡിപ്രഷനാണ്, രണ്ടും ഡിപ്രഷനാണ്. ഈ കേസിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തതിനു ശേഷം കണ്ടുപിടിക്കേണ്ട പോയിന്റ്സ്, ഇപ്പോൾ എ ആണ് കൂടുതൽ ഡിപ്രഷൻ ഉള്ളത്, ബി സെക്കൻഡ് പോയിന്റ്, ലൈൻ ഓഫ് സൈറ്റ് ഇത്. ആദ്യം നമ്മൾ എയിലേക്ക് സൈറ്റ് ചെയ്യും, ആൽഫ വാല്യൂ കിട്ടി. അതിനുശേഷം ബിയിലേക്ക് സെറ്റ് ചെയ്യും, ബീറ്റ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ആംഗിൾ ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ ഈസ് ആൽഫ മൈനസ്, ഇവിടെ ആൽഫ മൈനസ് ബീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും അല്ലെങ്കിൽ ദ വെർട്ടിക്കൽ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നമ്മൾ ഡയറക്റ്റ്ലി ആംഗിൾ അല്ല നമുക്ക് ആവശ്യം വരുന്നത്, നമുക്ക് പ്രാക്ടിക്കലി ആവശ്യം വരുന്നത് ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് ഞാൻ സെപ്പറേറ്റ് തരാം, ഇതിലിത് കൊടുത്തിട്ടില്ല. അത് സാധാരണ ചോദിക്കലുണ്ട്, ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ചോദിക്കൽ കുറവാണ്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് യൂസിങ് എ തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഇതിലൊന്നുകൂടെ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ഫൈൻഡ് ദ
മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ നമ്മൾ മുമ്പ് കോമ്പോസിറ്റെല്ലാം പഠിച്ച പോലെ നോർത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നോർത്തിലേക്ക് നോർത്താണ് റെഫറൻസ് ലൈൻ, നോർത്ത് റെഫറൻസ് ലൈൻ ആക്കി വെച്ചതിന് ശേഷം ഹൗ ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എ പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇതിന് ആദ്യം ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കോമ്പസ് വെച്ചിട്ട് നോർത്ത് എവിടെയാണെന്ന് നോക്കാം. ഇത് ഹൊറിസോണ്ടൽ ആംഗിളാണ്. ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നോർത്ത് സെറ്റ് ചെയ്യുക. ആ നോർത്ത് ഡയറക്ഷനിൽ നമ്മൾ 0 ആക്കി വെക്കാം. സെറ്റ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ ഓഫ് വെർനിയർ എ ആസ് 0 ഇൻ ദ നോർത്ത് ഡയറക്ഷൻ. ഓക്കെ. അതിനുശേഷം നമുക്ക് ഏത് പോയിന്റിലേക്കാണോ നോക്കേണ്ടത്, ഇപ്പം ഇതിലിപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് സൈറ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു ആംഗിൾ കിട്ടും. അതാണ് ബിയറിംഗ് ഓഫ് that point, that line B, AB. പെട്ടെന്ന് വായിക്കാം. സെറ്റപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ. നമുക്ക് എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രൗണ്ടിൽ എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എന്ന് ആണ് നാം ബിയറിംഗ് എടുക്കുന്നത്. സെറ്റപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ ആൻഡ് സൈറ്റ് ദ ടെലിസ്കോപ്പ് ടുവേർഡ്സ് ദ നോർത്ത് സൈഡ്. യൂസിങ് കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് നീഡിൽ നോർത്തിലേക്ക് സൈറ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ആ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ടെലിസ്കോപ്പ് സൈറ്റ് ചെയ്യുക. എന്നിട്ട് ആംഗിൾ 0 ആക്കി വെക്കാം. ഓക്കെ. സെറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. നൗ സെറ്റ് ദ വെർനിയർ ടു 0 ഓഫ് ദ ഹൊറിസോണ്ടൽ സർക്കിൾ. വെർനിയർ 0 ആക്കി വെക്കാം. And now release the magnetic needle and loosen the lower clamp. മാഗ്നറ്റിക് നീഡിൽ ഉണ്ടെങ്കിൽ അത് ലൂസ് ചെയ്യാം. എന്നിട്ട് ലോവർ മാഗ്നറ്റിക് നീഡിൽ നോർത്ത് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യാം. ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്താൽ നമ്മൾ പിന്നെ ആംഗിളൊന്നും മാറില്ല. ആംഗിൾ മാറാതെ ഇൻസ്ട്രുമെൻറ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആംഗിൾ 0 ആക്കിയതിന് ശേഷം നമ്മുടെ കോമ്പസിലെ നോർത്ത് എവിടെയാണോ വരുന്നത് അതിൽ ആ സ്ഥലത്തേക്ക് ഡയറക്ഷൻ നമ്മുടെ ടെലിസ്കോപ്പ് വരുന്ന രീതിയിൽ ഇൻസ്ട്രുമെൻറ്റ് മൊത്തത്തിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ടിൽ മാഗ്നറ്റിക് നീഡിൽ പോയിൻറ്റ്സ് ദ നോർത്ത്. നൗ ക്ലാമ്പ് ദ ലോവർ സ്ക്രൂ. ഇനി നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുക. നൗ ടൈറ്റ് ചെയ്യാം. നമുക്ക് സൈറ്റിംഗ് നോർത്തിലേക്ക് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യുക? ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഇനി ഇൻസ്ട്രുമെൻറ്റ് അനങ്ങില്ല. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻറ്റ് 0 സെറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് നോർത്തിലേക്ക് സൈറ്റ് ആയിട്ടുണ്ട്, റെഫറൻസ് കിട്ടി. ഇനി നമുക്ക് എത്രയാണോ ഹൊറിസോണ്ടൽ ആംഗിൾ ബിയിലേക്ക് സൈറ്റ് ചെയ്താലും നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് ലൂസൺ ദ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ആൻഡ് സൈറ്റ് ദ ടെലിസ്കോപ്പ് ടുവേർഡ്സ് ബി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും. ഹൊറിസോണ്ടൽ ആംഗിൾ എന്നാൽ വിൽ ഗെറ്റ് ദ ബിയറിംഗ് ഫ്രം ദ നോർത്ത് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ അതാണ് ഹൗ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ.